ഈ രാമായണ മാസത്തിൽ എൻ്റെ ഏകദേശം തീരാറായിരിക്കുകയാണ് രാമായണ മാസത്തിൽ. അങ്ങനെ ഒരു നല്ല സമയത്ത്, നല്ല കാലത്ത് രാമായണത്തെക്കുറിച്ച് ചിന്തിക്കുകയും പറയുകയും പഠിക്കുകയൊക്കെ ചെയ്യേണ്ട കാലത്ത് രാമായണത്തെക്കുറിച്ച് സംസാരിക്കാൻ, അപ്പോൾ അതിനുവേണ്ടിയെങ്കിലും കുറേയൊക്കെ രാമായണത്തിലേക്ക് കടന്നു ചെല്ലാനൊക്കെ ഒരു അവസരം തന്നത് ഹരിജി ആണ്. അപ്പം അതുകൊണ്ട് ഹരിജിയെ ആദ്യം തന്നെ ഹരിജിയോടുള്ള കടപ്പാട് അറിയിക്കുകയാണ്. പിന്നെ നമ്മളൊക്കെ പരിചയമില്ലെങ്കിലും നമ്മളൊക്കെ സ്ഥിരം കാണുന്ന മുഖങ്ങളാണ്. കാരണം ബയോടെക് സ്കൂൾ ഓഫ് ബയോടെക്നോളജി മമ്മച്ചി ലാബിന്റെയും ഒരു കോമൺ മീറ്റിംഗ് പോയിന്റ് ആയിട്ടുള്ള ബയോടെക് ക്യാൻറ്റീനിൽ നമ്മളൊക്കെ മിക്കവാറും സമയത്തുള്ളത് കൊണ്ട് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും പലപ്പോഴും. അപ്പൊ അതുകൊണ്ട് ഒരു എന്താ പറയാ അപരിചിതത്വം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ വിഷയം രാമായണം മുതൽ രാവണായനം വരെ എന്നുള്ളതാണ്. പേര് കേട്ടിട്ട് അത്ര ഒരു പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അതൊരു ജാടയ്ക്ക് വേണ്ടിയിട്ടാണ്. വളരെ സിമ്പിളാണ്. രാമായണത്തെ കുറിച്ചുള്ള കുറെ കഥകൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞിരിക്കാം, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയൊരു ബൗദ്ധിക പ്രഭാഷണത്തിനൊന്നും മുതിരുന്നില്ല. വെറുതെ നമുക്ക് രാമായണത്തിലെ കുറെ കഥകൾ, പലതരം രാമായണങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഒന്ന് സംസാരിക്കാം. പല കാര്യങ്ങളും നിങ്ങൾ ഓൾറെഡി കേട്ടതായിരിക്കും. ചില കാര്യങ്ങൾ ഞാൻ കേൾക്കാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് ഷെയർ ചെയ്യാം. അങ്ങനെ ഒരു പരസ്പരം നമുക്ക് സംസാരിക്കാം കുറച്ച് നേരം രാമായണത്തെ കുറിച്ച്. ഞാൻ ഇവിടെ വന്നപ്പം ആദ്യമായിട്ട് ഇവിടെ വളരെ രസകരമായിട്ട് തോന്നിയത് ഈ ചിത്രമാണ്. ഇത് എനിക്ക് തോന്നുന്നത് ഞാൻ ഫേസ്ബുക്കിലൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ബയോടെക്നോളജിയുടെ ഇതിന് മുഴുവൻ എല്ലാ പ്രോഗ്രാമിലും ഈ രാമായണ മാസത്തോടനുബന്ധിച്ച് നടന്ന എല്ലാ പ്രോഗ്രാമുകളിലും ഈ ചിത്രം ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് എപ്പോഴും കണ്ടിരുന്നു. ഈ ചിത്രം ആര് വരച്ചതാണെന്നറിയോ? ആർക്കും അറിയില്ല. സഞ്ജയ് പട്ടേലിന്റെ രാമായണ എന്തായിരുന്നു, ദ ഡിവൈൻ ലൂപ്പ് ഹോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ്. അദ്ദേഹം കുറെ ബുക്സ് ഇങ്ങനെ നമ്മുടെ സനാതന ധർമ്മത്തിലെ കഥകളെയൊക്കെ കുറിച്ച് അപ്പം രാമായണത്തെക്കുറിച്ചും മഹാഭാരതത്തെക്കുറിച്ചും അങ്ങനെ ഹിന്ദു പുരാണങ്ങളെ കുറിച്ചൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് ഇല്ലുസ്ട്രേഷൻസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇന്റർനെറ്റിൽ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതായത് ആ രാമായണത്തിന്റെ ഒന്നും ഒരു എന്താ പറയാ, അതിന്റെ ഒരു രസം ഒട്ടും ചോർന്നു പോവാതെ ഇതിനകത്ത് തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ജാമ്പവാന്റെ നിപ്പും അതിനൊക്കെ ഒരു മനോഹാരിതയുണ്ട്. എത്ര കണ്ടാലും നമുക്ക് വീണ്ടും വീണ്ടും അത് കാണാനുള്ളൊരു പ്രേരണ ഉണ്ടാകുന്ന തരത്തിൽ നമ്മുടെ പുരാണങ്ങളെ മുഴുവൻ ഭംഗിയായിട്ട് അവർ അവതരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം. അപ്പൊ നിങ്ങളൊക്കെ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് നെറ്റിലൊക്കെ ഒന്ന് പോയി നോക്കുക, നല്ല രസം ഉണ്ടാവും. വെറുതെ ഒന്ന് നോക്കാം. പിന്നെന്താ വെച്ചാൽ നമ്മള് രാമകഥയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. രാമന്റെ കഥ അല്ലെങ്കിൽ രമയുടെ കഥ, അതാണ് രാമായണം. രാമന്റെ യാത്രയാണ് രാമായണം, രാമസ്യ ആയനം. ഇപ്പൊ രാമന്റെ കഥയെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ രാമകഥ എവിടെയാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്, എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ആർക്കെങ്കിലും അറിയാം? എന്തെങ്കിലും നമ്മളെങ്ങനെ കരുതിയിരിക്കുന്നത്? രാമകഥ എവിടെ എഴുതി വെച്ചിരിക്കുന്നു എന്നാണ് കരുതിയിരിക്കുന്നത്? അത് ഉറക്കെ പറയാമോ? ആരൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട്? താളിയോലകളോ? രാമകഥ യഥാർത്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഭാരതീയരുടെ മനസ്സിലാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഭാരതത്തിന്റെ ഏത് ഭാഗത്ത് ചെന്ന് നോക്കിയാലും രാമനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാതിരിക്കില്ല. ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ രാമനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സ്ഥലമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥമോ രാമായണമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇല്ലാത്തൊരു സ്ഥലം ഭാരതത്തിൽ ഉണ്ടാവില്ല. ഭാരതത്തിൽ മാത്രമല്ല, ഭാരതത്തിൽ നിന്ന് രാമായണം ഇങ്ങനെ പുറത്തേക്ക് പോയിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. അപ്പം രാമായണം കാലങ്ങളായി പറഞ്ഞും പാടിയും വന്നത് മുഴുവൻ സാധാരണ മനുഷ്യരാണ്. ഏതെങ്കിലും വലിയ വലിയ എന്താ പറയാ ബൗദ്ധിക ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ ചർച്ചകളിലോ ഒന്നും മുഴക്കിയിട്ടുള്ള ഏതോ വളരെ ഗംഭീരമായിട്ടുള്ളതല്ല, വളരെ ബൗദ്ധികമായി ഉയർന്നവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു കാവ്യമല്ല രാമായണം. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹിത്യകൃതി, ഉത്കൃഷ്ടമായ സാഹിത്യകൃതിയാണ് രാമായണം. പക്ഷെ രാമായണം ജീവിച്ചതും വളർന്നതും പ്രചരിച്ചതും മുഴുവൻ സാധാരണക്കാരായ മനുഷ്യരിലൂടെയാണ് പ്രധാനമായിട്ടും. ഈ കഥ പറയൽ, നമുക്കൊക്കെ കഥകൾ ഇഷ്ടമാണ് അല്ലേ? കഥകൾ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ വളരെ അപൂർവമായിരിക്കും. ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും അയാൾ ഏതെങ്കിലും തരത്തിൽ കഥ ആസ്വദിക്കുന്നവരായിരിക്കും. ഇപ്പൊ സിനിമ കാണൽ, നമ്മൾ കഥ കേൾക്കുകയാണ് ശരിക്കും അല്ലെ? ഡയറക്ടർ അല്ലെങ്കിൽ അതിന്റെ എഴുത്തുകാരൻ പറഞ്ഞ കഥയെ നമ്മൾ കാണുകയാണ്. നമ്മളിപ്പോ ബാഹുബലി കാണാൻ പോകുമ്പോൾ
ഒരു കഥയാണ് നമ്മൾ കേൾക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാവനയിൽ വരുന്ന ഒരു കഥയെ നമ്മളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഗെയിം ഓഫ് ത്രോൺസ്, എന്തെങ്കിലും നമ്മൾ എന്ത് കാണുമ്പോഴും ആ കഥകളെയാണ് നമ്മൾ, ആ കഥകൾ കാണാനുള്ള, കഥകൾ കേൾക്കാനുള്ള ഒരു ആഗ്രഹം, അതിനോടുള്ള ഒരു ഇഷ്ടം നമുക്ക് മനുഷ്യന്റെ ഉള്ളിൽ പണ്ട് തൊട്ടേ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഏത് ചരിത്രം, നമ്മുടെ ചരിത്രത്തില് പല കാര്യത്തിലും പല വ്യത്യാസങ്ങളും കാണാം, പക്ഷെ ഈ കഥ കേൾക്കാന്നുള്ള ഒരു ആഗ്രഹം ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അപ്പൊ ഭാരതത്തിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ പുരാതന സംസ്കൃതികളിൽ ഏകദേശം എല്ലാത്തിനെയും അധിനിവേശം നശിപ്പിച്ചു കളഞ്ഞു. ഭാരതത്തിനെ നശിപ്പിക്കാൻ പറ്റാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ കഥ പറയലുകളാണ്. അതായത് നമ്മളുടെ അമ്മമാരും മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ഒക്കെ തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് പകർന്നു കൊടുത്ത കഥകൾ അല്ലെ. നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ശ്രീകൃഷ്ണന്റെ കഥ, ശ്രീരാമന്റെ കഥ, മറ്റേ ഗണപതി വൈശ്രവണൻ കേട്ടിട്ടുണ്ടോ കഥ? വൈശ്രവണൻ വിളിച്ചു വരുത്തി സദ്യ കൊടുത്ത അവസാനം അഹങ്കാരം കാണിക്കാൻ ശ്രമിച്ച അവസാനം ഗണപതി വൈശ്രവണനെ പിടിച്ച് കഴിക്കാൻ പോയ കഥ കേട്ടിട്ടുണ്ടോ? കേൾക്കാത്തവരുണ്ടെങ്കിൽ പിന്നെ ഒരു പ്രാവശ്യം പറയാം. അപ്പം അങ്ങനെ ഒരുപാട് കഥകൾ നമ്മൾ പകർന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ തലമുറകളിലൂടെ ആയിരക്കണക്കിന് വർഷം, ഇപ്പം പല ചരിത്രകാരന്മാരെയും ഇത് പ്രകാരം 10,000 വർഷം മുമ്പാണ് രാമായണം നടന്നതെന്നാണ്. ട്രഡീഷണലി അതിനൊക്കെ ഒരുപാട് അപ്പുറമാണെന്ന് പറയുന്നു. എങ്ങനെ നോക്കിയാലും ആയിരക്കണക്കിന് വർഷം രാമായണം മുമ്പോട്ട് വന്നിട്ടുണ്ട്. അത് ഈ തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് പോയതുകൊണ്ടാണ്. കഥ പറച്ചിലുകളുടെ രൂപത്തിൽ, നാടോടി പാട്ടുകളുടെ രൂപത്തിൽ, അങ്ങനെയൊക്കെ രാമായണം ഒരുപാട് കാലം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഈ കഥ പറയലിന്റെ ഒരു മനഃശാസ്ത്രം, എന്തിനാണ് ഈ കഥ പറയുന്നതെന്ന് വെച്ചാൽ, ഈ കഥകൾക്കൊരു പ്രത്യേകതയാണ്. നമുക്കൊരിക്കലും ഈ മോറൽസ് ഒക്കെ ഒരാളെ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കില്ല. കുറെയൊക്കെ പറഞ്ഞു മനസ്സിലാക്കും. ഇപ്പൊ നമ്മൾ ഈ മോറൽ സയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്കൂളിൽ പഠിക്കും. കക്കരുത്, മോഷ്ടിക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിലൊന്നും പലപ്പോഴും പ്രാവർത്തികമാവാറില്ല അല്ലെ. മോറൽ സയൻസ് പഠിക്കാത്തതുകൊണ്ടല്ലോ ആൾക്കാർ കക്കും കൊല്ലും ഒക്കെ ചെയ്യുന്നത്. ഇതൊക്കെ പഠിച്ചാൽ ഇതൊന്നും നമ്മുടെ തലയിൽ കയറാമില്ല. ഇത് മനസ്സിലാക്കിയ ആചാര്യന്മാർ അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കഥകളുടെ രൂപത്തിൽ ഇതിനെയൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യും. അതല്ലേ ഇപ്പം എന്നാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞാണ്, മുണ്ട് മടക്കി കുത്തുമ്പം തോളൽപ്പം ചെരിഞ്ഞ് ലാലേട്ടനെ പോലെ ആവാത്ത മലയാളികളില്ല എന്ന് പറയും. കാരണം വെച്ചാൽ ഓരോ കഥകളും നമ്മുടെ ഉള്ളിലേക്ക് അത്രയും വലിയ ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഓരോ കഥകളും, അതായത് ഒരു സിനിമ കാണും, ആ സിനിമയിൽ നേരിട്ട് പറയാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. നേരിട്ട് പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ഓരോ കഥയിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. അതാണ് ശരിക്കും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്, നമ്മുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ ഒരു കഥയ്ക്ക് സാധിക്കും. പല കഥകളും കേട്ടിട്ട് ഫുൾ ജീവിതം തന്നെ മാറ്റിമറിഞ്ഞ ഒരുപാട് പേരുടെ എക്സാമ്പിളുകൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. അപ്പം നമ്മൾ രാമായണത്തിലേക്ക് വന്നാൽ പൊതുവെ നമ്മൾ പരമ്പരാഗതമായിട്ട് ഏറ്റവും ആദ്യത്തെ രാമായണമായിട്ട് കരുതുന്നത് വാൽമീകി രാമായണമാണ്. ചരിത്രകാരന്മാർ പല അഭിപ്രായങ്ങൾ പലതും പറയുന്നുണ്ടെങ്കിലും നമ്മളുടെ വിശ്വാസപ്രകാരവും ഇതുവരെയുള്ള നിലവിലുള്ള തെളിവുകൾ പ്രകാരവും ഏറ്റവും ആദ്യത്തെ രാമായണം വാൽമീകി രാമായണമാണ്. വാൽമീകി രാമായണം തുടങ്ങുന്നത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. കാരണം ഇപ്പം 3-4 ദിവസമായിട്ട് നിങ്ങൾ രാമായണം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വീണ്ടും ഞാൻ ആ കഥകളൊന്നും പറയുന്നില്ല. പക്ഷെ എന്നാലും ഇതാണ്, ആ ക്രൗഞ്ച പക്ഷികളെ, 2 പക്ഷികളെ, ഇണപ്പക്ഷികളെ കാണുകയും അതിലൊരെണ്ണത്തിനെ വേടൻ അമ്പെയ്ത് വിടുമ്പോൾ അത് കണ്ടിട്ട് വിഷമത്തോടു കൂടി വാൽമീകി നോക്കുന്നൊക്കെ നിങ്ങൾ ആ കഥയിൽ കേട്ടിട്ടുണ്ടാവും. ഈ വാൽമീകി രാമായണത്തിന്റെ ആരംഭം എങ്ങനെയാണെന്ന് വെച്ചാൽ, ദേവർഷിയായ നാരദനോട് നമ്മുടെ വാൽമീകി മഹർഷി ചോദിക്കുകയാണ്, ഈ ലോകത്തിൽ ഇന്ന ഗുണങ്ങൾ, കുറെ ഗുണങ്ങൾ പറയുന്നുണ്ട്. ഗുണവാൻ, വീര്യവാൻ, ധർമ്മജ്ഞാനി, കൃതജ്ഞതയുള്ളവൻ, സത്യം പറയുന്നവൻ, ദൃഢവ്രതൻ, ഉത്തമ ജീവിതചര്യ പുലർത്തുന്നവൻ, സർവ്വഭൂതങ്ങളിലും ഹിതം പ്രവർത്തിക്കുന്നവൻ, വിത്ത്, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞിട്ട് ഇതൊക്കെ ചേർന്ന ഒരു മനുഷ്യൻ ഈ ലോകത്തുണ്ടോ, അങ്ങേക്ക് അറിയുമോ, ഈ ലോകത്തുണ്ടായിരുന്നോ, ഉണ്ടോ എന്ന് ചോദിക്കാം. അപ്പൊ അതിന് ഉത്തരമായിട്ടാണ് നാരദ മഹർഷി ശ്രീരാമനെ പരിചയപ്പെടുത്തുന്നത്. ശ്രീരാമന്റെ കഥ പറഞ്ഞു കൊടുക്കുന്നത്, ശ്രീരാമായണം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം വാൽമീകി രാമായണത്തിലെ ഒരു ഭാഗമാണ്. അപ്പം അങ്ങനെ ഉപദേശിച്ച വാൽമീകി രാമായണമാണ് ആദ്യത്തെ രാമായണമായിട്ട് നമ്മൾ കരുതുന്നത്. അപ്പം ഈ വാൽമീകി രാമായണം ഒരു പ്രവചനം നടത്തുന്നുണ്ട്, വളരെ രസകരമായ ഒരു പ്രവചനം. ആർക്കെങ്കിലും അറിയോ രാമായണത്തെ കുറിച്ച്? രാമായണത്തിന്റെ ഒരു പ്രവചനമുണ്ട്, ആർക്കെങ്കിലും അറിയോ? രാമായണത്തെ കുറിച്ച് രാമായണം ഒരു ഗംഭീര പ്രവചനം നടത്തുന്നുണ്ട്. പ്രവചനം എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ എന്നാൽ ഒരു പ്രവചനമായിട്ട് നമുക്ക് എടുക്കാം. അതിതാണ്, യാവത് താസ്യന്തി ഗിരേഹ സരിതശ്ച മഹീതലേ താവത് രാമായണ കഥ ലോകേഷു പ്രചരിഷ്യതി. അതായത്
എത്രത്തോളം കാലം, എത്ര കാലം ലോകത്ത് പർവ്വതങ്ങളും നദികളും ഉണ്ടാവുമോ അത്രയും കാലം രാമായണ കഥ നിലനിൽക്കുന്നല്ല, പ്രചരിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ കാണാം. ഒന്നുമില്ലെങ്കിൽ വെറുതെ പറഞ്ഞായിരിക്കും, നമ്മളുടെയൊക്കെ പുതിയ ഭാഷയിൽ ഒരു തള്ളെന്ന് പറയും. പക്ഷെ ഇതൊരു തള്ളല്ല. കാരണം എന്താ വെച്ചാൽ ഇത് വാത്മീകി ഭാഷയുടെ വാക്കാണ്. സാധാരണ ഒരാൾ പറയല്ല. പറയുന്നത് ഇപ്പൊ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഭൂമിയുടെ മുഴുവൻ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലെ ഒരു ചെറിയ ഏതോ ഒരു കാടിന്റെ ഉള്ളില് ഒരു ചെറിയ കുടിലിൽ പർണശാലയിലും മരപുരി എടുത്ത് ഇരുന്ന ഒരു ആചാര്യൻ ഇരുന്ന് എഴുതി വെക്കുകയാണ്, ഈ കൃതി ലോകമുള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ മലകളും പുഴകളും ഉള്ളിടത്തോളം കാലം പ്രചരിച്ചുകൊണ്ടേയിരിക്കുമെന്ന് അദ്ദേഹം എഴുതി വെക്കുമ്പോൾ അത് അദ്ദേഹത്തിന്റെ ആ നിശ്ചയദാർഢ്യമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ദർശനമാണ്. അതായത് ഇത്രയും കാലം നിലനിൽക്കാനുള്ള കാര്യം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിലനിന്നോ എന്ന് ചോദിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് ഒരു സ്കൂൾ ഓഫ് ബയോടെക്നോളജിയിൽ ഇന്ന് ഞാനും നിങ്ങളും ഇരുന്നിട്ട് ചർച്ച ചെയ്യുന്നത് ഏതോ കാലം മുമ്പ് ഏതോ കാട്ടിന്റെ ഉള്ളിൽ എവിടെയോ ഇരുന്ന ഒരു ഋഷി നമ്മുടെ ഭാഷയാണ്. ഇപ്പൊ പുറത്തുനിന്ന് ഒരു എന്താ പറയാ, ഇതിലൊന്നും താല്പര്യമില്ലാത്ത ഒരാൾ ചിലപ്പോൾ നോക്കുമ്പോൾ ഒരു പ്രാകൃത മനുഷ്യനെ എഴുതി വെച്ച കാവ്യം അല്ലെ, ആ കൃതിക്ക് അത്രയും ലൈഫ് ഉണ്ട്, അല്ലെങ്കിൽ അത് അത്രയും കാലം നിലനിൽക്കും എന്ന് പറഞ്ഞത് ഇനിയും നിലനിൽക്കും. ഇത്രയും നിലനിന്നെങ്കിൽ പിന്നെ ഇനി, അതായത് ഇവിടെ ബാബറും അക്ബറും അവരിവരൊക്കെ ഭരിച്ചിട്ടും ഇതിനെയൊക്കെ എങ്ങനെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി പലരും ശ്രമിച്ചിട്ടും സ്വാതന്ത്ര്യം എന്താ ബ്രിട്ടീഷുകാരുടെ ഇടയിലും അങ്ങനെയൊക്കെ പെട്ടിട്ടും ഈ സംസ്കാരം നിലനിന്നെങ്കിൽ, ഈ രാമായണം നിലനിന്നെങ്കിൽ ഇനിയും അത് നിലനിൽക്കും. അതിൽ സംശയമൊന്നുമില്ല. ആര് ശ്രമിച്ചാലും ശ്രമിച്ചില്ലെങ്കിലും അത് നിലനിൽക്കും. അപ്പം അത്രയും ഗംഭീരമായൊരു കൃതി രാമായണം. ആ രാമായണത്തിന്റെ ഈ രാമായണം എങ്ങനെ നിലനിന്നു? രാമായണത്തിനെ പലരും പല രീതിയിൽ കണ്ടു. നമ്മൾ അതിലേക്കാണ് നമ്മുടെ മെയിൻ ടോപ്പിക്. അതാണ് രാമായണത്തിനെ പലരും പല രീതിയിൽ കണ്ടു. എങ്ങനെയൊക്കെ കണ്ടു? പലരും അതിനെ ഒരു ഭക്തിപരമായ കൃതിയായിട്ട് കണ്ടു. ചിലർ അതിനെ രാഷ്ട്രത്തിനെ മുഴുവൻ സമന്വയിപ്പിക്കുന്നത്, അതായത് ശ്രീരാമൻ, ഭാരതം മുഴുവൻ ഏകദേശം ശ്രീരാമന്റെ പേരിൽ ഒന്നിച്ചു നിൽക്കും. ആ ശ്രീരാമൻ രാഷ്ട്രത്തിനെ സമന്വയിപ്പിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതി കണ്ടു. ഒരു പതിവ്രതയുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് കണ്ടു. ഒരു ഏകപത്നി വ്രതം അനുഷ്ഠിക്കുന്ന കുടുംബജീവിതത്തിൽ ഏകപത്നി വ്രതത്തിന്റെ സ്ഥാനം അതെങ്ങനെയാണെന്ന് കാണിച്ചു തന്നു. അങ്ങനെ പലതരം മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ രാമായണത്തെ പല രീതിയിൽ പലരും നോക്കിക്കണ്ടു. രാമായണം ഭാരതത്തിലെ മിക്കവാറും എല്ലാ ഭാഷകളിലേക്കും തർജ്ജമ ചെയ്യപ്പെട്ടു. സംസ്കൃതത്തിൽ തന്നെ രാമായണത്തിന് ഒരുപാട് വേർഷൻസ് ഉണ്ടായിട്ടുണ്ട്. അഗസ്ത്യ രാമായണം, അത്ഭുത രാമായണം, ആനന്ദ രാമായണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് രാമായണങ്ങൾ സംസ്കൃതത്തിൽ തന്നെ വാത്മീകി രാമായണത്തിന് ശേഷം അവതരിച്ചിട്ടുണ്ട്. പിന്നെ ഭാരതത്തിലെ എല്ലാ ധർമ്മ വിഭാഗങ്ങളും, അതായത് ജൈന ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരാകട്ടെ, ബൗദ്ധധർമ്മത്തിൽ വിശ്വസിക്കുന്നവരാകട്ടെ, സിഖ് വിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ, ഇവരെല്ലാവരും രാമായണത്തെ അല്ലെങ്കിൽ രാമകഥയെ പാടിക്കൊണ്ടാണ്. ഇപ്പൊ നമുക്ക് ഈ ജൈന ഇതൊക്കെ നോക്കി, ജൈന ഇതിന്റെ ഏറ്റവും ജൈന വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ, ജൈന വിശ്വാസം അഹിംസയിൽ, അതായത് നമുക്കിപ്പോ കേട്ടാൽ കുറച്ച് തീവ്ര അഹിംസ എന്ന് തോന്നുന്നു. അതായത് അവര് ഒരു തുണി വെച്ച് ഇങ്ങനെ മുഖം മൂടിക്കിട്ടും. കണ്ടിട്ടുണ്ടോ? ജൈനരെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നത്. അവിടെ ഈ ജൈന വിഭാഗത്തിൽപ്പെട്ട എന്റെ കുറെ സുഹൃത്തുക്കൾ. അവരെങ്ങനെ വെച്ചാൽ അവരുടെ ആചാര്യന്മാരൊക്കെ ഒരു തുണി കൊണ്ട് ഇങ്ങനെ വാ മൂടിക്കിട്ടും. എന്തിനാണെന്നറിയോ? പ്രാണികളൊന്നും വായിൽ പെട്ട് അത് ചത്തുപോകാതിരിക്കാൻ. അതുപോലെ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ഒന്നായിരിക്കും. കാരണം എന്തെങ്കിലും പ്രാണി അതിനകത്ത് പെട്ടുപോയി, ഞാൻ കാരണം ഒരു പ്രാണി എന്നെ കൊണ്ട്, മനുഷ്യനെ കൊണ്ട് ഉപദ്രവം മാത്രമേ ഉള്ളൂ, ഈ ഒരു ഉപദ്രവം കൂടെ വേണ്ടാന്ന് കരുതിയിട്ടായിരിക്കും അവരതിനെ അരിച്ചിട്ടേ കഴിക്കുള്ളൂ. അതുപോലെ സന്ധ്യ കഴിഞ്ഞ് അവർ വിളക്കൊന്നും കത്തിക്കില്ല, ലൈറ്റ് ഇടില്ല. അവര് ഭക്ഷണമൊക്കെ അതിന് മുമ്പേ കഴിച്ചവർ കിടന്നു. കാരണം വെച്ചാൽ ഒരു ജീവിയും കൊല്ലരുത്, അഹിംസയാണ്. ധർമ്മത്തിന് വേണ്ടിയാണെങ്കിൽ പോലും ഒരാളെ കൊല്ലരുത്. ഇപ്പൊ നമ്മളൊക്കെ ആണെങ്കിൽ ധർമ്മത്തിന്, ഇപ്പൊ നമ്മൾ പട്ടാളക്കാര് ശത്രുരാജ്യത്തുള്ളവനെ കൊല്ലുന്നതിന് ധർമ്മം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലെ. അപ്പം ആവശ്യമെങ്കിൽ, വെറുതെ അല്ല, ആവശ്യമെങ്കിൽ ചിലപ്പോൾ കൊല്ലം, ഹിംസ വേണ്ടി വരുന്നതാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്. പക്ഷെ അതുപോലും ജൈനധർമ്മം അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് അവരുടെ രാമായണത്തിന് എന്ത് പറ്റിയെന്ന് വെച്ചാൽ, അവരുടെ രാമായണത്തിലെ ശ്രീരാമൻ രാവണനെ കൊല്ലുന്നില്ല. കാരണം ശ്രീരാമൻ ജിനനാണ്. ശ്രീരാമൻ ജൈനധർമ്മങ്ങളുടെ ഒക്കെ മൂർത്തിമത് ഭാവമായ ശ്രീരാമൻ എങ്ങനെയാണ് രാവണനെ കൊല്ലാൻ പറ്റുക? രാവണൻ എത്ര മോശമായിക്കോട്ടെ, പക്ഷെ രാവണനെ കൊല്ലാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? അവിടെ ലക്ഷ്മണനാണ് കൊല്ലുന്നത്. അപ്പം അങ്ങനെ അവരുടെ വിശ്വാസം അനുസരിച്ച് അവരതിനെ കണ്ടു. ബൗദ്ധ രാമായണങ്ങൾ നോക്കിയാൽ ശ്രീരാമനും സീതയും സഹോദരന്മാരാണ്. അപ്പം അതെന്താ അങ്ങനെ എന്ന് വിചാരിക്കാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബൗദ്ധ സമ്പ്രദായ പ്രകാരം ഈ കുലമഹിമയ്ക്ക് വേണ്ടിയിട്ട് അതിന് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഈ ഇക്ഷാഭു വംശത്തിലാണ് ബുദ്ധ ഭഗവാൻ ജനിച്ചതെന്നാണ് അവരുടെ വിശ്വാസം. അപ്പം ആ കുലത്തിന്റെ പ്യൂരിറ്റി എന്നുള്ള ഒരു വിശ്വാസമോ അന്ധവിശ്വാസമോ അതിന്റെ പേരിൽ
അവര് ശ്രീരാമനെയും സീതയും സഹോദരി സഹോദരന്മാരാക്കി. മാത്രമല്ല ഈ നമ്മൾ ഈ ഇവിടേക്കാണല്ലോ പോണത്, ദണ്ഡകാരണ്യത്തിലേക്ക് പോണതിന് പകരം അവിടെ ഹിമാലയത്തിലേക്കാണ് ശ്രീരാമനും സീതയും പോണത്. ഒടുവിൽ അവർ തിരിച്ച് കാശിയിലെത്തുന്നതായിട്ടൊക്കെയാണ്. അങ്ങനെ ഒരുപാട് വ്യത്യാസം. അതുപോലെ സിഖുകാരുടെ ഗുരുഗ്രന്ഥ സാഹിബില് രാമകഥയുണ്ട്. അപ്പം പിന്നെ ഭാരതത്തിലെ ഏത് വനവാസി സമൂഹത്തിൽ ചെന്ന് നോക്കിയാലും അവർക്ക് രാമകഥയുണ്ട്. ഞാൻ ഈ നമ്മുടെ പ്രൊജക്ട് ഉണ്ടല്ലോ, വില്ലേജിൽ പോണ പ്രൊജക്ട്, നിങ്ങളൊക്കെ പോയിട്ടുണ്ടായെങ്കിലൊക്കെ സ്റ്റുഡൻസ്? അപ്പം വില്ലേജിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ പോയത് മധ്യപ്രദേശിൽ ഒരു കട്ടിൽവാട എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാമമാണ്. അതായത് അത് എന്താ പറയുക, ഗുജറാത്തിന്റെയും മധ്യപ്രദേശിന്റെ ഇടയിലാണ്. അവിടെ എത്രയെങ്കിൽ തന്നെ ഒരു സാഹസിക കൃത്യം പോലെ, അങ്ങനെയല്ല, വണ്ടിയൊന്നും വരിയാക്കിയിട്ടില്ല, എങ്ങനെയൊക്കെ അവിടെ എത്തിപ്പെടും. അവിടെ എത്തി ആ ഗ്രാമത്തിന്റെ ഉള്ളിൽ ചെന്ന് നോക്കുമ്പോൾ അവർ പരസ്പരം അഭിവാദ്യം ചെയ്യുന്നത് ജയ് ശ്രീരാം, ജയ് ശ്രീരാം എന്നാണ്. ജയ് ശ്രീരാം എന്നാണോ ജയ് സിയാറാം എന്നാണോ പറയുന്നത്, എനിക്ക് അത്ര ക്ലിയർ ആയിട്ടില്ല. പക്ഷെ എന്തായാലും രാമനെ കുറിച്ചാണ് അവർ പറയുന്നത്. പിന്നെ അവരുടെ വീട്ടിലൊക്കെ പെയിന്റിങ്ങിന്റെ പേരെന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പിഠൂര എന്നാണ്. പിഠൂര എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേകതരം പെയിന്റിംഗ് ആണ്. ആ പെയിന്റിങ്സിൽ രാവണനൊക്കെ അവർ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഏറ്റവും, അതായത് എങ്ങനെ ആ ഗ്രാമത്തിലേക്ക് രാമായണം കടന്നു തന്നു. നമ്മൾ ഇന്നത്തെ ഏറ്റവും പുതിയ, ഏറ്റവും എന്താ പറയാ, നസീർ മരിച്ചത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഗ്രാമങ്ങളിൽ പോലും, നമ്മൾ തമാശയായിട്ട് പറയല്ലോ, പല ഗ്രാമങ്ങളും അവിടെ നസീർ മരിച്ചത് ഇപ്പോഴും അറിഞ്ഞിട്ടില്ല എന്ന് പറയും. അതായത് അത്ര പഴയ ഗ്രാമങ്ങൾ എന്ന് വിചാരിക്കും. അവിടെ പോലും രാമായണം കടന്നു നിന്നു. അതായത് ഇന്നത്തെ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നമ്മുടെ ഇന്നത്തെ ഒരു കഥയും കൃതിയും കടന്നു ചെല്ലാത്തടത്ത് പോലും രാമായണവും രാമകഥയും കടന്നു നിന്നു. അപ്പം ഓരോരുത്തരും അവരുടെ വേർഷനാണ് ഉണ്ടാക്കിയത് കേട്ടോ. വെറുതെ ഇങ്ങനെ ഒരു ബുക്ക് ഉണ്ടെന്നുണ്ട് ആ ബുക്ക് അവിടെ കൊണ്ടുപോയി അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ വയനാട്ടിൽ വന്നു കഴിഞ്ഞാൽ രാമായണവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട്. വയനാട്ടിന്റെ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ സീതാദേവിയെ ശ്രീരാമൻ ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് വയനാട്ടിലാണെന്നാണ് വിശ്വാസം. അപ്പൊ അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട ലവകുശന്മാര് കളിച്ച സ്ഥലം, സീതാദേവി കുളിച്ച കടവ്, സീതാദേവിയുടെ കണ്ണീരുകൊണ്ടുണ്ടായ തടാകം, അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പം ചരിത്രപ്രകാരം ശ്രീരാമൻ സീത അവിടെയാണോ വന്നതെന്നുള്ള ചോദ്യത്തിനൊന്നും അവിടെ പ്രസക്തിയില്ല. കാരണം ഭാരതത്തിലെ ജനത രാമായണത്തിൽ അവരുടെ ഓരോ അംശത്തിലും സ്വാംശീകരിച്ച്, ഞാനിതൊരു എന്താ പറയാ, വളരെ എന്താ പറയാ, ഒരു അതിശയോക്തി പറയുന്നതല്ല. നിങ്ങളുടെ ഒരു എന്താ പറയാ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് എവിടെ എന്തെങ്കിലും കാര്യത്തിനായിട്ട് നിങ്ങൾ ഓരോ ഗ്രാമത്തിലും സഞ്ചരിക്കുമ്പോൾ പറയാം, ഓരോ മുക്കിലും മൂലയിലും ഈ രാമായണം ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേ എന്ന് തോന്നുന്നു ഒരു സർവേ നടത്തിയതില് ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമങ്ങള് രാമന്റെ പേരിലാണ്. കൃഷ്ണന്റെ രണ്ടാമത്തെ പേരിലുണ്ട്, രാമന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ ഗ്രാമങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഭാരതത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്, കേരളം ഒഴികെ. കേരളത്തില് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ, എന്താ അതിൽ ആ റിപ്പോർട്ടിൽ അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ കേരളത്തിലും രാമനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥലമുണ്ട്. രാമപുരം എന്നൊക്കെ ഇല്ല, രാമപുരം, അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഇനി രജിസ്റ്റർ ചെയ്തെന്തായിരിക്കും. എന്തായാലും ഭാരതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും രാമകഥ അങ്ങനെ, അപ്പൊ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു ആദിവാസി വനവാസി മേഖലകളിൽ വനവാസികളുടെ ഇടയിലും പലതരം രാമായണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ രാമായണ കഥകളിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം നമ്മുടെ ജൈനരുടെ ഒക്കെ കേട്ടില്ലേ നമ്മൾ. അതുപോലെ വേറൊരു രസമായിട്ട് ഞാൻ ഇന്ന് ഇത്ര ദിവസം നിങ്ങൾ രാമായണത്തിലെ എന്താ പറയുക ഫിലോസഫിയും ഹിസ്റ്ററിയും അല്ലെങ്കിൽ അതിന്റെ ദർശനവും അങ്ങനെയൊക്കെ വളരെ വളരെ വലിയ വലിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. പിന്നെ നമ്മൾ വിചാരിച്ചു വെറുതെ കുറച്ച് കഥകൾ പറയാന്നുള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് കഥകളൊക്കെ സെലക്ട് ചെയ്തു. 2-3 കഥകളെങ്കിലും പറയാന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു കഥ ഇതാണ്. ആനന്ദ രാമായണത്തിലാണ് ഈ രാമേശ്വരം കേട്ടിട്ടില്ലേ? അതായത് ഭാരതത്തിലെ ദക്ഷിണേന്ത്യയിലുള്ളവരെല്ലാവരും ഏറ്റവും പുണ്യസ്ഥലമായിട്ട് ഗണിക്കുന്ന സ്ഥലം, ബലിയിടാനൊക്കെ എല്ലാവരും പോണ എവിടെ വെച്ചാൽ കാശിയിലാണ്, വാരണാസി. ആ ഭാഗത്തുള്ളവരെല്ലാവരും അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വരുന്നത് രാമേശ്വരത്താണ്. അപ്പം ഭാരതം എന്ന് പറയുന്ന ആ സങ്കല്പത്തിന്റെ ഒരു പ്രതീകമായിട്ട് നമ്മൾ എപ്പോഴും പറയാറുള്ള ഈ രാമേശ്വരത്തെ ശിവലിംഗ പ്രതിഷ്ഠയുടെ കഥയൊക്കെ വരുന്നത് ആനന്ദരാമായണത്തിന്. അപ്പൊ അതിലെങ്ങനെയാന്ന് വെച്ചാൽ ഈ രാവണൻ വരം ചോദിക്കും, എന്നെ ആരും കൊല്ലരുത്. അപ്പൊ ബ്രഹ്മാവ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ക്ലൂ കൊടുക്കും, ആരാ കൊല്ലാൻ പോണേ. ആ ക്ലൂ ഇതാണ്, കൗസല്യയുടെയും ദശരഥന്റെയും മകനാണ് നിന്നെ കൊല്ലാൻ പോവുക. അപ്പൊ ദശരഥനും കൗസല്യ ഒന്നും കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണ്? ഇവരെ തട്ടിക്കളയുക, അല്ലെങ്കിൽ ഇവരെ പിടിച്ചോണ്ട് പോവുക. ഇദ്ദേഹം എന്ത് ചോദിച്ചാൽ കൗസല്യാദേവിയെ പിടിച്ച് ഒരു ബോക്സിന്റെ ഉള്ളിലാക്കി കടലിന്റെ നടുക്കുള്ള ഒരു ദ്വീപിൽ കൊണ്ടുപോയിട്ട് ഒളിപ്പിച്ചു വെച്ചു. അപ്പം അങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞു. ഇപ്പൊ നാരദ മഹർഷിയുടെ കണ്ടെത്തൽ അദ്ദേഹം ഇത് കണ്ടുപിടിച്ചു. അദ്ദേഹം പതുക്കെ ദശരഥന് ഇൻഫർമേഷൻ പാസ് ചെയ്തു. അപ്പൊ ദശരഥൻ വലിയൊരു സന്നാഹത്തോടുകൂടി പടക്കപ്പലൊക്കെ ആയിട്ട് നേരെ ഈ ദ്വീപിൽ ചെന്നു. ദ്വീപിൽ ചെന്നെങ്കിലും ഈ രാക്ഷസ സൈന്യം, രാവണന്റെ ആർമി ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പൊ അവരെന്ത് ചെയ്തു, ദശരഥനെ അടിച്ച് ദശരഥന്റെ പടക്കപ്പലും എല്ലാം തകർത്ത് തരിപ്പണാക്കി. പക്ഷേ
ദശരഥൻ ഒരു പലകയില് നമ്മുടെ ജാക്ക് കിടന്ന പോലെ പലകയിൽ പിടിച്ച് തൂങ്ങിക്കിടന്നു. അങ്ങനെ നീന്തിയല്ല, ആ തിരമാലകള് അല്ലെങ്കിൽ കാലം അദ്ദേഹത്തെ ഈ ദ്വീപിൽ കൊണ്ടെത്തിച്ചു. അവിടെ എത്തിക്കഴിഞ്ഞ് അവിടെ സപ്തർഷികൾ പ്രത്യക്ഷപ്പെടുകയും ഇവരുടെ വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് കുറെ ദിവസം കഴിഞ്ഞ് ദശരഥൻ നമ്മുടെ രാവണൻ പറഞ്ഞത് പരിപാടിയൊന്നും പ്രശ്നമൊന്നുമില്ല, കാരണം കൗസല്യ അവിടെയാണ്, ബോക്സിൽ കിടക്കുകയാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അപ്പൊ ബ്രഹ്മാവ് ചോദിക്കും, ആണോ, എനിക്ക് അത്ര വിശ്വാസമില്ലാന്ന്. അപ്പൊ ശരി, എന്നാ പെട്ടി കൊണ്ടുവരുന്നത്. പെട്ടി കൊണ്ടുവന്ന് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോ എന്താണ്, അതില് കൗസല്യുണ്ട്, ദശരഥനുണ്ട്. അവർ ആ തക്കത്തിന് പതുക്കെ അവിടുന്ന് അയോധ്യയിലേക്ക് മുങ്ങാണ്. സപ്തർഷികൾ ചെറിയൊരു മാജിക് കാണിച്ചത് അങ്ങനെ പോകും. അവര് പതുക്കെ അയോധ്യയിലെത്തും. പിന്നെ ബാക്കിയൊക്കെ നമ്മുടെ സ്ഥിരം കഥയാണ്. അപ്പൊ ഓരോരുത്തരുടെയും ഭാവനയോ അല്ലെങ്കിൽ അവരവരുടെയൊക്കെ ആ എന്താ പറയാ ആസ്വാദന മികവൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പല പല രാമായണത്തിലേക്ക്, വാൽമീകി രാമായണത്തിലേക്കല്ല, പല പല രാമായണത്തിലേക്ക് ഓരോരുത്തരും അവരവരുടെതൊക്കെ അട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോ ഭാഷകളിൽ ഈ നമ്മുടെ കേരളത്തിൽ പൊതുവെ പാരായണം ചെയ്യുന്നത് ഏതാണെന്നറിയോ? ശബ്ദമില്ലല്ലോ. അധ്യാത്മരാമായണം. അധ്യാത്മരാമായണം കിളിപ്പാട്ട്, അതാണ് കേരളത്തിൽ പാരായണം ചെയ്യുന്നത്. കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ അധ്യാത്മരാമായണത്തിന് മുമ്പേ രാമായണങ്ങൾ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് രാമായണം പാട്ട്, രാമചരിതം എന്ന് പറഞ്ഞിട്ട് പാട്ട് പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ട് തമിഴും മലയാളവും മിക്സ് ചെയ്തിട്ട് ഒരു ലാംഗ്വേജ് ഉണ്ട്. ശ്രീരാമ കവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവി രാമായണത്തിനെ, വാൽമീകി രാമായണത്തിനെ മലയാളത്തിലാക്കിയിട്ടുണ്ട്. അതുപോലെ രാമകഥപ്പാട്ട്, നമ്മുടെ ഈ കോവളമില്ലേ, കോവളത്തിനടുത്തുള്ള ഒരു പേരെന്താ അയ്യപ്പപിള്ള ആശാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള്, ഒരു കർഷകനായിരുന്നു. ഒരു കഥയാണ് കേട്ടത്, രാമകഥപ്പാട്ട്. അദ്ദേഹം കൃഷിയൊക്കെ ചെയ്ത് ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഒരു അദ്ദേഹത്തിന് തോന്നി തിരുവനന്തപുരത്ത് പോയി നമ്മുടെ പത്മനാഭസ്വാമി ഒന്ന് കണ്ടു കളയാം. പത്മനാഭസ്വാമിയെ കണ്ടു കഴിഞ്ഞാൽ എന്റെ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ മാറുമെന്ന് വിചാരിച്ച് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോവാണ്. തിരുവനന്തപുരത്തേക്ക് ചെന്ന് അപ്പൊ അനിയനെ ഏൽപ്പിച്ചിട്ടാണ് പോണത് ഈ കൃഷി ഭൂമിയൊക്കെ. മാടം എന്ന് പറയും, എന്താ കൃഷിസ്ഥലത്തിനൊക്കെ കണ്ടിട്ടുണ്ടോ? മാടം കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ താമസിക്കും. കാരണം ഈ രാത്രിയിൽ ആരെങ്കിലും വന്ന് ഇതൊക്കെ എടുത്തിട്ട് പോകാതിരിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ജീവികളൊക്കെ വന്ന് നെല്ലൊന്നും എടുത്തിട്ട് പോയിരിക്കും, മാടം കെട്ടി അതിനകത്ത് താമസിക്കുക. അപ്പൊ അനിയനോട് പറഞ്ഞു, ഈ 2 ദിവസം നിൽക്ക്, ഞാനൊന്ന് പോയിട്ട് പത്മനാഭസ്വാമിയെ കണ്ട് തൊഴുതിട്ട് വരാം. അപ്പൊ ഇദ്ദേഹത്തിന്റെ കഷ്ടപ്പാടുകൾ മുഴുവൻ പത്മനാഭസ്വാമിയുടെ അടുത്ത് പോയി പറഞ്ഞു. അപ്പൊ പത്മനാഭസ്വാമിക്ക് അന്നും ഇത്രയൊക്കെ ആസ്തി ഉണ്ടെങ്കിലും ഇദ്ദേഹത്തിന് നേരിട്ടൊന്നും കൊടുത്തില്ല. അദ്ദേഹം പുറത്തിറങ്ങിയപ്പം അവിടെ ഒരു വയസ്സായ ഒരു ആളെ നിൽക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താ മോന് വേണ്ടതെന്ന് ചോദിച്ചു. പറഞ്ഞു, അല്ല എനിക്ക് കൃഷിയാണ്, അതൊന്നും ഇതാവുന്നില്ല, എനിക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടിയാൽ കൊള്ളാമോ. ഇദ്ദേഹം അനുഗ്രഹം ഒന്നും കൊടുത്തില്ല, ഒരു പഴം തന്റെ സഞ്ചിയിൽ നിന്ന് എടുത്തിട്ട് പഴം കൊടുത്തു. ഈ പഴം കഴിച്ചതോടുകൂടി ഇദ്ദേഹം വളരെ ആനന്ദത്തോടുകൂടി ശ്രീരാമന്റെ കഥ മുഴുവൻ ഉറക്കെ പാടിക്കൊണ്ട് തിരിച്ച് മാടം വരെ എത്തി എന്നാണ് പറയുന്നത്. ആ പാട്ട് പിന്നീട് എഴുതപ്പെട്ടല്ലാതെ പാടി പകർന്നു വന്നു രാമകഥപ്പാട്ട്. ഞാൻ ഇതൊക്കെ പറയുന്ന കാരണം വെച്ചാൽ ഇതൊക്കെ സാധാരണ ജനങ്ങളാണ്, ഏതെങ്കിലും ഒരു പണ്ഡിതൻ എഴുതിയൊന്നുമല്ല ഈ രാമകഥപ്പാട്ട് ഒന്നും. അപ്പം അങ്ങനെയൊക്കെ കേരളത്തിലുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ അടുത്ത് നിരണം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, നമ്മള് ഈ തിരുവല്ലയ്ക്കൊക്കെ പോകുന്ന വഴിക്ക് കാണാം നിരണം. അപ്പൊ അവിടെയുള്ള കവികൾ, നിരണം കവികൾ, അദ്ദേഹം എഴുതിയിട്ടുണ്ട് രാമായണം. അങ്ങനെ ഒരുപാട് രാമായണങ്ങളുണ്ട്. പക്ഷെ അധ്യാത്മ രാമായണമാണ് നമ്മൾ കർക്കിടക മാസത്തിൽ പാരായണം ചെയ്യുന്നത്. അധ്യാത്മ രാമായണത്തിന്റെ കിളിപ്പാട്ട് എന്ന് പറഞ്ഞ ഒരു പക്ഷിയെ കൊണ്ട് പറയിക്കുന്ന രീതിയിൽ പക്ഷിയോട് ചോദിക്കും, ഈ രാമകഥയാണല്ലോ, രാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ, നീ രാമന്റെ കഥ എനിക്കൊന്ന് പറഞ്ഞു തരുമോ ഇരിക്കുമ്പോൾ പക്ഷി പറയും, ശരി ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് പക്ഷിയാണ് പറയുന്നത്. ഇത് ശിവനും പാർവതിയും തമ്മിലുള്ള സംവാദം പക്ഷി കേട്ടതായിട്ട് അങ്ങനെ ആ രീതിയിൽ ഇങ്ങനെ പറഞ്ഞു പോകും. അപ്പം ഈ രാമായണം അങ്ങനെ എല്ലാ ഭാഷകളിലേക്കും, ഞാൻ ഓരോന്നോരോന്നെടുത്ത് പറയുന്നില്ല, ബംഗാളിലാണെങ്കിൽ ഈ രാമായണമുണ്ട്, എല്ലാ ഭാഷകളിലേക്കും രാമായണം പല പല പേരിൽ. കൃത്തിവാസി രാമായണം എന്ന് പറഞ്ഞിട്ട് ബംഗാളിലുണ്ട്, അവരുടെ കൃത്തിവാസി രാമായണം എന്ന് പറഞ്ഞിട്ട് ഒരു രാമായണമുണ്ട്. അങ്ങനെ ഓരോ രാമായണം എല്ലായിടത്തും ഉണ്ട്. അപ്പം ഇനി രാമായണം ഭാരതത്തിലാണോ ഒതുങ്ങി നിന്നത്? അല്ല, രാമായണം ഏഷ്യയുടെ 4 വശത്തേക്കും പോയി. ദക്ഷിണേഷ്യയിലാണെങ്കിൽ ശ്രീലങ്ക, നേപ്പാൾ അങ്ങോട്ട് പോയി. കിഴക്കൻ ഏഷ്യയിൽ ചൈന, ജപ്പാൻ, അതുപോലെ ഇപ്പുറത്താണെങ്കിൽ ഇന്തോനേഷ്യ, കംബോഡിയ, ലാവോസ്, മലേഷ്യ, മ്യാൻമർ, ഫിലിപ്പൈൻസ്, തായ്ലൻഡ്, അതുപോലെ ഇപ്പുറത്ത് ഇറാൻ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. ഇങ്ങനെ ഈ ഏഷ്യ മുഴുവൻ രാമായണം കീഴടക്കിയെന്ന് തന്നെ പറയാം. ഇപ്പോഴും ഈ ഇവിടെയൊക്കെ ചെന്ന് നമ്മുടെ ഈ ഇന്തോനേഷ്യയിലൊക്കെ നെറ്റിലൊക്കെ കയറിയതിന്റെ വീഡിയോസ് ഒക്കെ കാണാം. ഇന്തോനേഷ്യയിലേക്ക് ഞാനത് വീഡിയോ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു, പിന്നെ
വിചാരിച്ചു കഥ പറയല്ലേ, നമ്മളിനി വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവന നഷ്ടപ്പെടണം, നിങ്ങളത് പിന്നെ പോയി കണ്ടാൽ മതി. ഇപ്പം മനസ്സിൽ ചിന്തിച്ചാൽ മതി, ഭാവനയിൽ എടുക്കണം. അതായത് രാമായണ നാടകങ്ങൾ ഇന്തോനേഷ്യയിലും തായ്ലൻഡിലും ഒക്കെ കളിക്കുന്ന ഒരുപാട് രാമായണ നാടകങ്ങളുണ്ട്. രാമായണമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സ്ഥലങ്ങൾ, അവരൊക്കെ അവരുടെ സ്ഥലത്തും ഇതുപോലെ ശ്രീരാമൻ വന്നു എന്നൊക്കെ അവർ വിശ്വസിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ആ ബന്ധം കൊണ്ടാണ് രാമകഥ എവിടെയോ നടന്ന ഏതോ ഒരു അയോധ്യയിലല്ല രാമൻ ജനിച്ചത്. രാമൻ ജനിച്ചത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുള്ള അയോധ്യയിലാണ്. ആ അയോധ്യയിലും ജനിച്ചു, പക്ഷെ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ, നമ്മുടെ വീടിന്റെ അടുത്തൊരു രാമനുണ്ട്. അപ്പം അങ്ങനെ എല്ലാവരും അട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് എല്ലാ രാജ്യങ്ങളിലും രാമായണമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇനിയും രാമായണം കലകൾ, പല പല കലകളിലൂടെ രാമായണം പറഞ്ഞുകൊണ്ടിരുന്നു. പല പല കലകൾ, അതായത് ഇപ്പൊ കേരളത്തിലാണെങ്കിൽ രാമനാട്ടം, കഥകളി, പിന്നെ അതുപോലെ നാടൻ പാട്ടുകൾ, ശാസ്ത്രീയ സംഗീതം. ഈ ത്യാഗരാജസ്വാമികൾ എന്ന് പറഞ്ഞിട്ട് കർണാടക സംഗീതത്തിലെ മൂർത്തികളുടെ ഒരാളാണ്. അദ്ദേഹം എഴുതിയതിൽ ഭൂരിഭാഗവും രാമനെ സ്തുതിച്ചുകൊണ്ടുള്ള കൃതികളാണ്. അപ്പം അങ്ങനെ ഓരോ രീതിയിലും രാമായണം, അതായത് ഉത്സവങ്ങളിലൂടെ, അതായത് ദീപാവലി, നവരാത്രി, രാമനവമി, ഇങ്ങനെ പ്രധാനപ്പെട്ട ഭാരതത്തിലെ ഉത്സവങ്ങളിലൊക്കെ ഈ രാമായണത്തിന്റെ ഒരു ബന്ധമാണ്. പിന്നെ സിനിമകള്, സീരിയലുകള്, കാർട്ടൂണുകൾ, അനിമേഷൻസ്. ഇപ്പൊ ജാപ്പാനീസ് അവർ പോലും നമ്മുടെ രാമായണത്തെ കുറിച്ചിട്ട് ജാപ്പാനീസ് സ്റ്റൈലില് ഒരു രാമായണ അനിമേഷൻ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം രാമായണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പർവ്വതങ്ങളും പുഴകളും ഉള്ളിടത്തോളം കാലം രാമായണം നിലനിൽക്കുന്നുള്ള പ്രവചനം അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അതിന്റെ പ്രതീകമായിട്ട് ഇപ്പോഴും ഇന്നും രാമായണത്തെ ഉപജീവിച്ചുകൊണ്ട്, രാമായണത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഒരുപാട് കൃതികൾ, അനിമേഷൻസ് അല്ലെങ്കിൽ ചിത്രങ്ങൾ, ശില്പങ്ങളൊക്കെ നിർമ്മിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ക്ഷേത്രങ്ങൾ, ശ്രീരാമന്റെ ക്ഷേത്രങ്ങൾ ഇപ്പൊ നമുക്കൊക്കെ അറിയാലോ, തൃപ്രയാറ്റ് ദേവ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ശ്രീരാമനാണ്. അയോധ്യ മുതൽ ഇവിടം വരെ ശ്രീരാമ ക്ഷേത്രങ്ങൾ ഇഷ്ടംമാതിരി ഭാരതത്തിലെ ലോകത്ത് പല സ്ഥലങ്ങളിലുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ പൂരം ഏതാണെന്നറിയോ? അല്ല, ലോകത്തിലെ ഏറ്റവും വലിയ പൂരം ഏതാണെന്നറിയോ? തൃശ്ശൂരല്ലാന്ന് അഭിപ്രായമുള്ളവരൊക്കെ ഉണ്ടെന്ന് കൈവക്കി. തൃശ്ശൂർ പൂരം അല്ലാന്ന് അഭിപ്രായമുള്ളവരൊക്കെ ഉണ്ട്. ആറാട്ടുപുഴ പൂരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പൂരം എന്ന് പറയാം. ആറാട്ടുപുഴ പൂരത്തിൽ എണ്ണ ഉണ്ടെങ്കിൽ 100 തൃശ്ശൂർ പൂരം നടത്താന്നാണ് പണ്ടുള്ളവർ പറയാം. ആറാട്ടുപുഴ പൂരത്തിൽ 108 ദേവതകൾ എഴുന്നള്ളുന്നു എന്നൊക്കെയാണ് വിശ്വാസം. അപ്പൊ അത്രയും പ്രധാനപ്പെട്ട പൂരത്തിലെ മുഖ്യ സ്ഥാനം വഹിക്കുന്ന തൃപ്രയാറ്റ് ദേവൻ എന്ന ശ്രീരാമനാണ്. ഞാൻ ഇതൊന്ന് പറയാൻ, ശ്രീരാമന്റെ രാമായണത്തിന്റെ നമ്മളുടെ ഇടയിലൊക്കെ എത്രത്തോളം പ്രചരിച്ചിരുന്നു എന്നുള്ള ഇത് പറയാൻ വേണ്ടിയാണ്. ഇനി രാമായണത്തിനെ ഇപ്പൊ നമ്മൾ കണ്ടത് എന്താ വെച്ചാൽ, രാമായണത്തിനെ പലരും പല രീതിയിൽ വ്യാഖ്യാനിച്ചു അല്ലെ? പല രീതി. ഇപ്പൊ അതായത് ശ്രീരാമനും സീതയും സഹോദരന്മാരാണെന്ന് വ്യാഖ്യാനിക്കാൻ ഇവിടെ ഉള്ളവര് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അവരാരും തല്ലിക്കൊന്നിട്ടൊന്നുമില്ല. അതുപോലെ പല രീതിയിലും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ശ്രീരാമനെയും സീതയൊക്കെ പല രീതിയിൽ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. പക്ഷെ ഇത് എപ്പോഴാണ് അതിനൊക്കെ എന്തെങ്കിലും അതിർവരമ്പുകൾ ഉണ്ടോ? ഇന്നത്തെ ഇപ്പൊ ഈ രാവണായനം എന്നുള്ളത് ഞാൻ ടോപ്പിക് എടുത്തുകൊണ്ട് പറയാം. 1975 ഇന്ദിരാഗാന്ധി ഭരിക്കുകയാണ് കേന്ദ്രത്തിൽ. അപ്പം അവിടെ ഒരു വലിയ സംഭവം നടക്കും. രാമലീല കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? രാമലീല എന്ന് പറഞ്ഞിട്ട് ഈ മറ്റേ രാവണന്റെയും കുംഭകർണന്റെയും വലിയ കോലങ്ങൾ ഉണ്ടാക്കി വെക്കും. വലിയ പ്രതിമ, കച്ചിയൊക്കെ വെച്ചിട്ട്, വൈക്കോലൊക്കെ വെച്ചിട്ട്. എന്നിട്ട് ശ്രീരാമന്റെ വേഷം കെട്ടിയിട്ട് ഒരാൾ, അല്ലെങ്കിൽ ശ്രീരാമന്റെ പ്രതിമയുടെ അടുത്ത് നിന്നിട്ട് ഒരാൾ അമ്പ് ചെയ്തതിനെ കത്തിക്കും. അപ്പം ഇന്ദിരാഗാന്ധി ഭരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ പെരിയാർ കഴകം എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിലൊരു സംഘടനയുണ്ട്. അവരുടെ ആൾക്കാർ എന്ത് ചോദിച്ചാൽ, നിങ്ങൾ രാമലീല നടത്തുകയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? രാവണലീല നടത്തും. എന്താ കാരണം? രാവണൻ സൗത്ത് ഇന്ത്യക്കാരനാണ്, രാമൻ നോർത്ത് ഇന്ത്യക്കാരനും രാവണൻ സൗത്ത് ഇന്ത്യക്കാരനാണ്. ഞങ്ങൾ സൗത്ത് ഇന്ത്യക്കാരനായ രാവണന്റെ ആൾക്കാരാണ്. അപ്പൊ ഇതിനൊക്കെ ഒരു ഹിസ്റ്ററി ബേസ് ഇതിനൊക്കെ കൊടുക്കുന്നത് എന്താ വെച്ചാൽ, ആര്യന്മാരെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗോത്ര വിഭാഗം പുറത്തുനിന്ന് ആക്രമിച്ച് ഇവിടുത്തെ ദ്രാവിഡരെ ആക്രമിച്ചു കീഴ്പ്പെടുത്തി എന്നുള്ളൊരു കഥയാണ്, ഒരു മിത്താണ്. അങ്ങനെ ഒരു കഥ, ഒരു പറഞ്ഞു വന്ന ഒരു കഥയാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവര് ഇത് പറയുന്നത്. അപ്പം അങ്ങനെ വലിയ ശ്രീരാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും പ്രതിമകള് നമ്മുടെ തമിഴ്നാട്ടിലുണ്ടാക്കി 1975 ഒരു മണിയമ്മ എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ നേതൃത്വത്തില് രാവണലീല നടത്തി. ഈ 3 വിഗ്രഹങ്ങളെ അവർ കത്തിച്ചു. അപ്പം ശരിക്കും എന്താ ചെയ്യുന്നത്? നമ്മളൊക്കെ നമ്മുടെ പാരമ്പര്യത്തിൽ മുഴുവനുള്ളത് ശ്രീരാമനെ കുറിച്ചുള്ള കഥകളാണ് അല്ലെ? നമ്മളൊക്കെ നമ്മുടെ പൂർവികനായിട്ടും നമ്മളുടെ പ്രിയപ്പെട്ടവനായും നമ്മുടെ ഈശ്വരനായിട്ടും ഒക്കെ കരുതുന്നത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് മാത്രമല്ല, ഭാരതത്തിലെ എല്ലാ വിഭാഗങ്ങളും, ദക്ഷിണേന്ത്യയിലായാലും ഏറ്റവും എന്താ പറയാ കുഗ്രാമങ്ങളിലുള്ളവർ പോലും അല്ലെങ്കിൽ വനത്തിനുള്ളിൽ താമസിക്കുന്നവർ പോലും ശ്രീരാമനെ പ്രിയപ്പെട്ടവനായും ഞങ്ങളുടെ പൂർവികനായിട്ടും കരുതുന്ന ശ്രീരാമനെ നമ്മളുടെ ശത്രുവായും രാക്ഷസനായ, അധർമ്മിയായ, തെറ്റുകാരനായ രാവണന്റെ പിന്മുറക്കാരാണ് നമ്മളെന്ന് പറഞ്ഞു വെക്കുകയാണ്. എന്ന് മാത്രമല്ല,
അന്ധകാലം തൊട്ട് ഇന്ധകാലം വരെ നമ്മളെ ഇവര് ഡോമിനേറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വന്ന് അടിച്ചമർത്തിയതിന്റെ കഥയാണെന്നൊക്കെ പ്രചരിപ്പിച്ച് അങ്ങനെയുള്ള ചില നറേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒരു തുടർച്ചയായിട്ട് ഒരുപാട് ബുക്സും, അതായത് രാവണായൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. രാവണായൻ, കീമായണം, നമ്മള് സാധാരണ അല്ലേ അവന്റെ ഒരു രാമായണം ഒരു കീമായണം എന്ന് പറയുന്ന പോലെ കീമായണം എന്ന് പറഞ്ഞിട്ട് ഒരു കഥ എഴുതിയിരിക്കും. അതിനകത്ത് രാമൻ വെറും ഒരു കള്ളുകുടിയനും ആവാസനും ഒക്കെ ചിത്രീകരിച്ചുകൊണ്ട് രാമനെ കുറിച്ച് എഴുതിയിരിക്കുക. ഇങ്ങനെയൊക്കെ എഴുതാൻ സ്വാതന്ത്ര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അവരവരുടെയാണ്, എഴുതണമെങ്കിൽ എഴുതാം. പക്ഷെ ഇത് സൃഷ്ടിക്കുന്നത് നമ്മളുടെ ഭാരതത്തിന്റെ ഇടയിൽ വലിയൊരു വിഭാഗതയാണ്. അതായത് നമ്മള് അടിച്ചമർത്തപ്പെടുന്നവരാണെന്നുള്ള ഒരു വിക്ടിമിസം, അതായത് നമ്മളെന്തോ ഇരയാക്കപ്പെടുന്നവരാണെന്നുള്ള ഒരു ബോധം നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും? ഈ നാസികള് ജൂതന്മാരെ കൊന്നൊടുക്കിയത് അറിയാലോ. എന്തുകൊണ്ടാണ്? അവിടെ ഒരു കഥ പ്രചരിപ്പിച്ചു. അതായത് ഈ ജൂതന്മാരാണ് ഇവിടുത്തെ എല്ലാം കവർന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ച് അതായത് ഈ ജൂതന്മാരെന്തോ മഹാവൃത്തികെട്ടവന്മാരാണ്, ദുഷ്ടന്മാരാണെന്നുള്ള ഫീലിംഗ് ഉണ്ടാക്കിയെടുത്ത് ആ ജൂതന്മാരുടെ മുഴുവൻ വംശഹത്യ നടത്താൻ അവിടുത്തെ ആൾക്കാർക്ക് കഴിഞ്ഞു. അതുപോലെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ നോർത്ത് ഇന്ത്യൻസ്, ആര്യന്മാർ. ശരിക്കും അങ്ങനെയൊന്നുമില്ല. ഇന്ത്യയിലെ ഇപ്പൊ നിങ്ങളൊക്കെ ബയോടെക്നോളജിക്ക് ആണെങ്കിൽ ഈ DNA പഠനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ത്യയിലെ എല്ലാവരുടെ DNA പരസ്പരം ബന്ധപ്പെട്ട് കിടക്കണം. അല്ലാതെ ഒരു ആര്യൻ റേസിന്റെയോ ഒരു ദ്രാവിഡ റേസിന്റെയോ ഒന്നും അവശിഷ്ടം ഒരു ഇതൊന്നും അതിനകത്തില്ല. അപ്പം അങ്ങനെയുള്ള ഒരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളുടെ ഇടയിൽ വലിയൊരു സ്പ്ലിറ്റ് ഉണ്ടാവണം. നമ്മൾ വിചാരിക്കും ഇത് വളരെ ഒരു രസമാണ്, കാരണം റിലീജിയനുകളെ കുറിച്ചൊന്നും അല്ല പറയുന്നത്, അതുകൊണ്ട് ആർക്കും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ഉള്ളിൽ അറിയാതെ ഈ കഥ കയറാണ്. അപ്പൊ നമ്മളെല്ലാവരും അറിയാതെ ചിന്തിച്ചു പോകും, ഏതോ ആര്യന്മാർ ഏതോ കാലത്ത് എന്റെ മുതുമുത്തച്ഛന്മാരെ അടിച്ചമർത്തിയിരുന്നല്ലോ. അപ്പം അങ്ങനെ ഒരു കഥ ക്രിയേറ്റ് ആണ്. ആര്യൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം ശ്രേഷ്ഠൻ എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഒരു രാവണനെ മണ്ഡോദരി വിളിക്കുന്നതും ആര്യപുത്ര എന്നാണ്, സീത ശ്രീരാമനെ വിളിക്കുന്നതും ആര്യപുത്ര എന്നാണ്. പിന്നെ രാവണന്റെ എന്താ പറയാ ഇത് നോക്കിയാൽ പാരമ്പര്യമൊക്കെ നോക്കിയാൽ അദ്ദേഹം ശ്രീരാമനൊക്കെ ഒരേ എന്താ പറയാ ഈ വേറൊരു ഇതൊന്നുമല്ല, ദക്ഷിണേന്ത്യൻ ഒരു മനുഷ്യനൊന്നുമല്ല രാവണൻ. അദ്ദേഹത്തിന്റെ അച്ഛനും ഋഷി പരമ്പരപ്പെട്ട ആളാണ്. അപ്പം അങ്ങനെയൊക്കെ അങ്ങനത്തെ ഓരോ കഥകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ രണ്ടാം ഊഴത്തിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ വലിയ ചർച്ച നടന്നല്ലോ, രണ്ടാം ഊഴം വരാമോ, രണ്ടാം ഊഴം എന്നുള്ള ഒരു കൃതി. ഇതിന്ന് പെട്ടെന്ന് അതിലേക്ക് പോയെന്ന് വെച്ചാൽ അത് വളരെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ടാവും. അതായത് രണ്ടാം ഊഴം എന്ന് പറഞ്ഞിട്ടൊരു കൃതിയുണ്ട്. വായിച്ചവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? അയ്യോ, രണ്ടാമൂഴം വളരെ മനോഹരമായ MT വാസുദേവൻ നായർ ഒരു നോവലാണ്. വളരെ മനോഹരവും അത്ഭുതകരവുമായ ഒരു നോവലാണ്. എത്ര നാൾ വരെ എന്നറിയോ? മഹാഭാരതം വായിക്കുന്നത് വരെ. കാരണം മഹാഭാരതം ഒരു ഇതിഹാസത്തെ അല്ലെങ്കിൽ ചരിത്രം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു കൃതിയെ എടുത്ത് അതിന്റെ എല്ലാ ഭാഗങ്ങളെയും അദ്ദേഹത്തിന്റെ വളരെ സങ്കുചിതമായ ഒരു ബോധത്തിന്റെ തലത്തിൽ നിന്ന് വിലയിരുത്തുകയാണ്. അദ്ദേഹത്തിന് അങ്ങനെ വിലയിരുത്താൻ സ്വാതന്ത്ര്യം ഉണ്ടോ എന്നുള്ള വേറെ വിഷയം. പക്ഷേ എന്നിട്ട് അതിനെ മഹാഭാരതമായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. മഹാഭാരതം എന്ന് പറഞ്ഞിട്ട് അതിനെ ഇത് ചെയ്യാണ്. അതായത് ഒരു ചൈനീസ് കമ്പനിക്ക് ഒരു ഏതെങ്കിലും ഒരു ചെറിയ റൂമിലുള്ള ഒരു ചൈനീസ് കമ്പനിക്ക് ഒരു മൊബൈൽ ഉണ്ടാക്കാനുള്ള അധികാരമുണ്ട്. പക്ഷെ ആ മൊബൈലിന് ആപ്പിൾ എന്ന് പേരിട്ടിട്ട് കമ്പനി പുറത്തിറക്കിയ ഒരു വിവരം അറിയും. അപ്പൊ അതുപോലെ എത്രയോ കാലങ്ങൾ എത്രയോ തലമുറകളിലൂടെ പകർന്നും പറഞ്ഞും പാടിയും വന്ന ഒരു കൃതിയെ നമ്മളുടെ അല്പബുദ്ധിയില് MT വാസുദേവൻ നായരെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിഭയല്ല ഞാൻ പറയുന്നത്, എത്രയായാലും നമ്മളെ പോലെ ഒരാൾ എഴുതിയൊരു കൃതിയെ അതാണ് ഇതെന്ന് പറഞ്ഞിട്ട് വെക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇത് കാപട്യമാണ്, അല്ലെങ്കിൽ അത് വിഡ്ഢിത്തമാണ്, അല്പത്വമാണ്. അപ്പം അങ്ങനെ ഇതിന്റെയൊക്കെ ഒരു എന്താ പറയാ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ആര്യൻ ദ്രാവിഡൻ എന്നുള്ള രണ്ട് വിഭാഗങ്ങളുണ്ടെന്നും ഈ പുരാണങ്ങളെല്ലാം ആര്യന്മാര് ദ്രാവിഡന്മാർ, ഞാൻ ഇതൊക്കെ പറയുമ്പോൾ പലരും ഇത് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഇത് നിങ്ങൾ കേൾക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഈ കഥകൾ അല്ലെങ്കിൽ ഈ വേർഷൻസ് നിങ്ങളുടെ ഉള്ളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടും. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ ഈ വിദ്വേഷത്തിന്റെ വിത്ത്, അതായത് റുവാണ്ട എന്ന് പറഞ്ഞൊരു ആഫ്രിക്കൻ സ്ഥലത്ത് ബ്രിട്ടീഷുകാർ വരുന്ന സമയത്ത് അവിടെ പല ഗോത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരടിച്ചു പൊളിച്ച് അവർ മര്യാദയ്ക്ക് ജീവിക്കായിരുന്നു. ചിലപ്പോൾ ചില അടികളൊക്കെ ഉണ്ടാവും, അങ്ങനെയൊക്കെ ജീവിച്ചിരുന്നു. അവിടെ ഇവർ ഇതുപോലത്തെ ഒരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്തു. അതായത് അവിടുത്തെ ഒരു വിഭാഗം, ഞാൻ ആ പേരുകളൊന്നും ഓർത്തു വെച്ചിട്ടില്ല, അവിടുത്തെ ഒരു വിഭാഗം വേറെ എവിടുന്നോ വന്ന് ഇവരെ അടിച്ചമർത്തിയവരാണെന്നുള്ളൊരു കഥ അവിടെ പ്രചരിപ്പിച്ചു. എന്നിട്ട് എന്തുണ്ടായെന്ന് വെച്ചാൽ അവസാനം റുവാണ്ടയിൽ വലിയൊരു കൂട്ടക്കൊല. അതിന്റെ നമ്മൾ ആ ഹിസ്റ്ററിയൊക്കെ എടുത്ത് വായിച്ച് നമ്മൾ കരഞ്ഞു പോകും. വെറുതെ വായിച്ചാൽ കരഞ്ഞു പോകും. കാരണം പള്ളിയിലൊക്കെ വെച്ചിട്ട് എന്ന് വെച്ചാൽ ഒരേ പള്ളിയിൽ പ്രാർത്ഥിക്കുന്ന രണ്ട്
എന്താ പറയുക ഗോത്രത്തിൽപ്പെട്ടവർ തമ്മിൽ അടികൂടാണ്. എന്നിട്ട് കൊച്ചു കുട്ടികളെയൊക്കെ എടുത്തെറിഞ്ഞ് ആ ചോര കൊണ്ട് അവിടുത്തെ വിഗ്രഹങ്ങളൊക്കെ രൂപങ്ങളൊക്കെ ആ ചോരയിൽ ഇങ്ങനെ ഇതാക്കുന്ന ചരിത്രമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചരിത്രത്തിലേക്കാണ് ശരിക്കും നമ്മൾ അടുത്തോണ്ടിരിക്കുന്നത്, നമ്മൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും. കാരണം നമ്മളോട് പറയാണ് ആര്യന്മാർ വന്നവരാണ് ഈ ദ്രാവിഡ കഴകം, ദ്രാവിഡ മൂവ്മെന്റ്സിലെല്ലാം. ഇപ്പം എന്താ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ ഒരു കോളേജിൽ JNUവില് ഒരു യൂണിവേഴ്സിറ്റിയില് മഹിഷാസുര പൂജ നടത്തി, മഹിഷാസുര ജയന്തി ആഘോഷിച്ചു, മഹിഷാസുര സമാധി, മഹിഷാസുരനെ കുറിച്ചുള്ള ഒരു ഉത്സവം ആഘോഷിച്ചു നവരാത്രിക്ക്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹിഷാസുരനെയോ മാടപ്പോത്തിനെയോ എന്തിനു വേണമെങ്കിലും ആരാധിക്കാം, അതൊന്നും ഒരു പ്രശ്നമായിട്ടുള്ള കാര്യമല്ല. നമ്മളെ കുറിച്ച് അതൊന്നും ഇന്നയാളെ ആരാധിച്ചിട്ടില്ലെങ്കിൽ തല വെട്ടുന്ന ഒന്നും നമുക്ക് പ്രശ്നമില്ല, ആരെ വേണമെങ്കിലും ആരാധിക്കാം. പക്ഷേ ഇവിടുത്തെ ഒരു കഥ എടുത്ത് അതിനെ, അല്ലെങ്കിൽ ഒരു പുരാണത്തെ എടുത്ത് അതിനെ ചരിത്രത്തിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണെന്ന് പറയുന്നതിലെ അപകടം നമ്മളാണ് തിരിച്ചറിയേണ്ടത്. അത് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ വലിയൊരു അപകടത്തിലേക്കായിരിക്കും നമ്മൾ നടന്നെടുക്കുക. രാവണനെ പൊക്കി പറയുന്നത് കുഴപ്പമൊന്നുമില്ല, കാരണം രാമായണത്തിൽ തന്നെ രാവണനെ പല കാര്യങ്ങളിലും പല കാര്യങ്ങളും അദ്ദേഹം വളരെ കേമനായിരുന്നു. രാവണൻ എഴുതിയ ഒരു ആയുർവേദ ഗ്രന്ഥം ഉണ്ടറിയോ? രാവണൻ എഴുതിയ ഒരു വലിയ ആയുർവേദത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം, ഞാൻ പേരോർക്കുന്നില്ല, അദ്ദേഹം എഴുതിയ ഗ്രന്ഥമുണ്ട്. അതുപോലെ സംഗീതം, 64 കലകളും പഠിച്ചവനാണ് രാവണൻ എന്നാണ് പറയുന്നത്. അപ്പൊ രാവണൻ വളരെ മഹത്വമുള്ളവനാണ്, പക്ഷെ തെറ്റ് ചെയ്തു അതിന്റെ ശിക്ഷ അനുഭവിച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ രാവണൻ നല്ലതാണോ ചീത്ത, ഈ നല്ലത് ചീത്ത എന്ന് പറഞ്ഞ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പരിപാടിയൊന്നും ഭാരതത്തിനില്ല. കാരണം ഇതിലും നന്മ ഒരുപാടുണ്ട്, അതിലും നന്മ ഒരുപാടുണ്ട്, എല്ലാത്തിലെയും നന്മ ഉൾക്കൊള്ളുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഈ നമ്മൾ ഈ വെസ്റ്റേൺ അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ കഥകളിലൊക്കെ കാണുന്ന പോലെ ഒരു നല്ലവനുണ്ടായിരുന്നു ഒരു ചീത്തവനുണ്ടായിരുന്നു അങ്ങനെയൊന്നുമില്ല. കാരണം രാവണനിൽ ഒരുപാട് നന്മകളുണ്ട്. ആ നന്മകൾ നമ്മൾ ഇപ്പൊ മഹാഭാരതമൊക്കെ വായിച്ചാൽ ധർമ്മപുത്രരുടെ ഭാഗത്തും ചില തെറ്റുകൾ വരുന്നുണ്ട്, അതുപോലെ ദുര്യോധന്റെ ഭാഗത്തും ഒരുപാട് നന്മകളുണ്ട്. അപ്പം ഈ നന്മതിന്മകൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്ട് എന്നുള്ളതിനേക്കാളുപരി എന്നുവെച്ചാൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കോൺഫ്ലിക്ട് എന്നുള്ളതിലുപരി വ്യക്തികളുടെ ഉള്ളിലുള്ള നന്മതിന്മകളെ കുറിച്ചുള്ള കോൺഫ്ലിക്റ്റ് ആണ് ഇത് കൂടുതലായിട്ട്. അപ്പൊ അതിനെ ഒരു രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള അടിയാണെന്ന് പറഞ്ഞ് നമ്മുടെ ഉള്ളിൽ അടി ഉണ്ടാക്കാൻ ശ്രമിക്കും. ഇതിനൊരു ഒരു ചെറിയൊരു ഉദാഹരണം കൂടെ പറയാം. നമ്മുടെ ബഹുമാനപ്പെട്ട നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കവിയാണ് വയലാർ രാമവർമ്മ. അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ വളരെ ഉദാത്തമായിട്ടുള്ള കൃതികളാണ്. നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ പലതും വായിച്ചാൽ നമ്മളിങ്ങനെ വണ്ടറടിച്ചിരുന്നു. എന്ത് മനോഹരമായിട്ടാണ് അദ്ദേഹം ആ ചമത്കാരങ്ങളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു താടക എന്ന ദ്രാവിഡ രാജകുമാരി എന്ന് പറഞ്ഞൊരു കവിത ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട് അല്ലെ? അതില് നമ്മള് താടക അറിയാം എല്ലാവർക്കും. ആരാ താടക? യാഗം മുടക്കാൻ വന്ന, അല്ലെങ്കിൽ ആ രാമൻ അമ്പെയ്ത് കൊന്ന താടക രാക്ഷസി. രാക്ഷസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? രാക്ഷസി തന്നെയാണ്, അല്ലാതെ അത് ഇവിടുത്തെ ഒരു ട്രൈബൽ സ്ത്രീയാണെന്നൊന്നും വ്യാഖ്യാനിക്കരുത്. കാരണം ട്രൈബൽ ആയിട്ടുള്ള ആൾക്കാരെ ട്രൈബൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, നിഷാദം വരെ അങ്ങനെ പലതും പറയുന്നുണ്ട്. അല്ലാതെ അതൊരു പുതിയ ട്രെൻഡാണ്. അത് ഈ രണ്ടാമൂഴത്തിലേക്ക് അത് കാണാം. അതായത് രാക്ഷസൻ എന്ന് പറയുമ്പോൾ ഉടനെ അതിനെ എടുത്തിട്ട് പറയും ട്രൈബൽസ്. കണ്ടില്ലേ, ട്രൈബൽസിനെ കൊന്നു. രാക്ഷസൻ ട്രൈബൽ അല്ല, ട്രൈബൽ എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ അപ്പം ഈ ട്രൈബലുകളെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്നവർ ഇങ്ങനെ പറയുമ്പോൾ ശരിക്കും അവർ അപമാനിക്കുകയാണ്. ഈ ട്രൈബൽസ് മുഴുവൻ രാക്ഷസന്മാരുടെ പിന്മുറക്കാനെന്നൊന്നും നമ്മൾ പറയാൻ പാടില്ല. അപ്പൊ അങ്ങനെ പറയുന്നവരെ അത് തിരുത്തി കൊടുക്കാൻ വേണം. അപ്പൊ താടക എന്ന ദ്രാവിഡ രാജകുമാരി, അപ്പൊ അതിൽ അദ്ദേഹത്തിന്റെ കുറെ കാലം മുമ്പ് ഇറങ്ങിയ കൃതിയാണ്. അപ്പൊ ഇതൊന്നും അങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് കയറി പോയിരിക്കണം. അതായത് ആര്യഗോത്ര തലവന്മാർ അനുചരന്മാരുമായി ദക്ഷിണ ഭാരത ഭൂമിയിൽ സംഘങ്ങളായി വന്ന് സംസ്കാര സംഹിതയാകെ തിരുത്തി കുറിച്ച നാൾ, വാമനന്മാരായി വിരുന്നു വന്ന് ഈ വനഭൂമിയിൽ ദാനഭൂമിയിൽ യാഗപ്പശുക്കളെ മേച്ച നാൾ, ദ്രാവിഡ രാജാതിരാജ കിരീടങ്ങൾ ഈ മണ്ണിലിട്ട് ചവിട്ടി ഉടച്ച നാൾ, വിശ്വമാതൃത്വത്തെ വേദമഴുവിനാൽ വെട്ടി പുരോഹിത പാദത്തിൽ വെച്ച നാൾ, ആദ്യമായി ആര്യവംശാധിപത്യത്തിനെ ആട്ടിയകറ്റിയ രാജകുമാരിയെ താടകയെ കണ്ട് കോപാരുണങ്ങളായി താടി വളർത്തും തപസ്ഥിതൻ കണ്ണുകൾ. എന്താ പറഞ്ഞു വെച്ചെന്നറിയോ? വളരെ സിമ്പിൾ ആയിട്ട്, അതായത് ഏതോ ഒരു ആര്യന്മാരെന്ന് പറഞ്ഞിട്ടൊരു ടീം ഇവിടെ വന്ന് അവരിങ്ങനെ നോക്കുകയാണ്. ഇവിടെ വന്ന് ആദ്യം എന്ത് ചെയ്തു? വിശ്വമാതൃത്വത്തെ അങ്ങോട്ട് പിടിച്ചു. വിശ്വമാതൃത്വത്തെ പിടിച്ചിട്ട് എന്ത് ചെയ്തു? വേദമഴുവിനാൽ. എന്താ വേദം ചെല്ലുന്ന ആൾക്കാര് അവരെ അടിച്ചമർത്തലിന്റെ ആൾക്കാരാണെന്ന് ഉള്ള ഒരു കഥ, ഒരു തിയറി. അതായത് ആര്യന്മാരും കൂടെ അധിനിവേശം വന്ന് ഇവിടെ വേദം മുഴുവനാൽ ഇതിനെയൊക്കെ വെട്ടി നശിപ്പിച്ചു. അപ്പൊ ഇതിനെ ചെറുത്ത നിന്നൊരു രാജകുമാരി ഉണ്ട്. ആരാതെന്നറിയോ? താടക. വളരെ
അദ്ദേഹത്തിന്റെ പ്രതിഭയെ നമ്മൾ ബഹുമാനിക്കുന്നു. കാരണം ഈ സരസ്വതി വിലാസം ഒന്നും അങ്ങനെ ആർക്കും കിട്ടുന്നല്ല. ഒരു കവിത എഴുതാന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രതിഭയെ നമ്മൾ ബഹുമാനിക്കുന്നു. പക്ഷെ ഇവിടെ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഒരു ഇല്ലാ ചരിത്രം നമ്മുടെ ഉള്ളിലേക്ക് കയറ്റിവിടാണ്. പക്ഷെ നമുക്കിതിനെ ഖണ്ഡിക്കാൻ പറ്റില്ല. കാരണം എന്താ? ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. അദ്ദേഹത്തിന് എന്തും എഴുതാം, കാരണം അദ്ദേഹത്തിന്റെ കഴിവാണ്. പക്ഷെ ഇതിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടുന്ന വലിയൊരു വിപത്ത് എന്താണ്? ഇവിടെ വന്നിട്ടുള്ള ഏതോ ഒരു ടീം, അത് ഏത് ടീമാണെന്നുള്ളതൊക്കെ അവർ പിന്നീട് അടുത്ത ലേഖനങ്ങളിലൂടെ ആൾക്കാർ സ്ഥാപിച്ചോളൂ. പക്ഷെ ആദ്യം ഇവർ ഇതിനുള്ള വിത്തിട്ട് വെച്ചിരിക്കുകയാണ്. അതായത് ഈ ദ്രാവിഡ രാജകുമാരി, എതിർത്ത് നിന്ന ദ്രാവിഡ രാജകുമാരിയാണ് താടക, ദ്രാവിഡ രാജാവാണ് അല്ലെങ്കിൽ രാജകുമാരിയുടെ സഹോദരനാണ് രാവണൻ. അങ്ങനെ ഒരു കഥ നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാക്കിവിടാണ്. അപ്പൊ നമ്മൾ ഇന്ന് വരെ ആരാധിച്ച, നമ്മൾ ഇന്നും ആരാധിക്കുന്ന തൃപ്രയാറ്റ് ദേവരെ പോയി 3 നേരം തൊഴുന്ന അമ്മൂട്ടിയമ്മയും ഗോവിന്ദൻ നായരും ഒക്കെ ചിന്തിക്കാണ്, ദൈവമേ എന്റെ മുതുമുത്തശ്ശന്മാര് താടകയും രാവണനും ഒക്കെ ആയിരുന്നല്ലോ എന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെയുള്ള രാവണായനങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഈ വിഷയം എടുത്തു കഴിഞ്ഞ് ഞാൻ ചിന്തിച്ചു, ഇപ്പൊ നമ്മുടെ സ്കൂൾ ഓഫ് ബയോടെക്നോളജിയിൽ രാവണായനത്തിനെ കുറിച്ചിട്ട് കേട്ടിട്ടുള്ളവർ തന്നെ വളരെ കുറവായിരിക്കും. അല്ലെങ്കിൽ ഈ ആര്യനാധിനിവേശ, കാരണം നിങ്ങളുടെ വിഷയം വേറെയാണ്, ഹിസ്റ്ററി ഒന്നും അല്ല. അപ്പൊ ഇതിനെക്കുറിച്ച് ഞാനിവിടെ പറയേണ്ട ആവശ്യമുണ്ടോ? വിഷയം ഞാനൊരു ആവേശത്തിൽ അങ്ങനെ പറഞ്ഞെങ്കിലും പിന്നെ ഇങ്ങനെ ചിന്തിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് പറയണം. കാരണം എന്താ വെച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ കഥകളൊക്കെ നിങ്ങളുടെ കയ്യിലെത്തും. താടക എന്ന ദ്രാവിഡ രാജകുമാരി ഒരു കൃതി എന്നുള്ള രീതിയിൽ അത് മനോഹരമായിരിക്കാം, അത് വിലയിരുത്താൻ നമ്മളാണല്ല. അപ്പം അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് എന്തായാലും കടന്നു വരും. അപ്പം ഒരു എന്താ പറയാ, വാക്സിൻ എടുക്കുന്ന പോലെ മുമ്പേ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷെ നാളെ മറ്റേ കഥ കേൾക്കുമ്പോൾ ഇത് ഞാൻ പറഞ്ഞതെല്ലാം ശരിയാണെന്നല്ല, ഇങ്ങനെയും ഒരു വശം ഉണ്ടെന്നെങ്കിലും നിങ്ങൾ ചിന്തിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ രാവണായനം എന്നുള്ള വിഷയത്തെ ഞാൻ എടുത്തത്. അപ്പം രാമായണത്തിനെ പഠിക്കുക, രാമനെ പഠിക്കുക, രാവണനെ പഠിക്കുക, അതിനെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഗ്രഹിക്കുക, മറ്റുള്ളവർക്ക് നമുക്ക് ഏറ്റവും ഭംഗിയോടുകൂടി നമ്മളുടെയൊക്കെ ബുദ്ധിയും ഭാവനയൊക്കെ ഉപയോഗിച്ച് ഇദ്ദേഹം സഞ്ജയ് പട്ടേൽ ചെയ്ത പോലെ ഏറ്റവും മനോഹരമായിട്ട് അതിനെ പറഞ്ഞു കൊടുക്കുകയും പകർന്നു കൊടുക്കുകയൊക്കെ ചെയ്യാം. അതായത് ഇപ്പം ജാംബവാൻ ശരിക്കും ഇങ്ങനെയാണോ, ജാംബവാന്റെ രൂപം ഇങ്ങനെയാണോ, നീ വരച്ചത് തെറ്റല്ലേ, അതിന് നിന്റെ കൈ ഞാൻ വെട്ടട്ടെ, നിന്റെ കാല് ഞാൻ വെട്ടട്ടെ, അങ്ങനെയൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഇഷ്ടമനുസരിച്ച് വരയ്ക്കാം. പക്ഷേ ഇന്റൻഷൻസ് ക്ലിയർ ആയിരിക്കണം, വളരെ കൃത്യമായിരിക്കണം. നന്മ, ലോകത്തിന് നന്മയിലേക്ക് നയിക്കാൻ വെച്ചൊരു കൃതിയെ, ധർമ്മത്തിലേക്ക് നയിക്കാൻ വെച്ചൊരു കൃതിയെ അധർമ്മത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നവരുണ്ട് നമ്മുടെ ചുറ്റും. അത് നമ്മൾ മനസ്സിലാക്കുക, അതിനെതിരെ ജാഗ്രതയോടെ ഇരിക്കുക. ഇപ്പം രാമായണ മാസത്തില് ഞാൻ കഥ പറഞ്ഞു തുടങ്ങി, അവസാനം എവിടം വരെ എത്തുന്നറിയില്ല. ചിലരൊക്കെ കഥ കേട്ട് ഉറങ്ങി. എന്തായാലും ഈ രാമായണ മാസത്തിൽ ഇങ്ങനെ കുറച്ചു നേരമെങ്കിലും നമുക്ക് രാമനാമം ചിന്തിക്കാൻ പറ്റി, അതിന് സന്തോഷം അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം.